നമസ്കാരം. നമസ്കാരം. നമ്മൾ സമീപകാലത്ത് ഒരുപാട് വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അക്രമവാസന കൂടുന്നു. ഇപ്പോൾ സ്വന്തം അമ്മയെയും അനിയനെയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്താൻ ആ രീതിയിൽ ഉള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്, അപ്പോൾ സഹപാഠിയെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ കുട്ടികൾ ചേർന്ന് കൊല്ലുന്നു. അതിനെപ്പറ്റിയുള്ള അവരുടെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കേസില്ല എന്നൊക്കെ പറയുന്ന എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ഇൻഫർമേഷൻസും ഒക്കെ വെച്ചുകൊണ്ട് അനിയനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ചേട്ടൻ, അല്ലെങ്കിൽ പീഡനങ്ങൾ നടക്കുന്നു, സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ മാറുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു സമൂഹത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ടുള്ളൊരു ലഹരി ഉപയോഗം കേരളത്തിൽ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇന്നിപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം മുഖ്യമന്ത്രി നമ്മൾ പറയുന്നതനുസരിച്ച് വയലൻസ് സിനിമകളുടെ അതിപ്രസരമാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദികൾ, അല്ലെങ്കിൽ ആരാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കാം ഇതിന് കാരണം എന്ന് നിങ്ങൾ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവവികാസങ്ങളെ നിങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്? ശ്രുതി, എന്തായിരിക്കും? മുമ്പും ക്രിമിനൽ ഒഫൻസ് രീതിയിലും വയലൻസും ശാന്തമായതും ഒക്കെ ആയിട്ട് സിനിമകൾ പണ്ടും ഉണ്ടായിരുന്നു. പണ്ടും നമ്മളൊക്കെ കണ്ടു വളർന്നല്ലേ. ഇപ്പോഴും ഈ സിനിമകളെ ഊന്നി പിടിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിനിമകൾ എല്ലായ്പ്പോഴും ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും. ചില പ്രത്യേക ആൾക്കാരിൽ സ്വാധീനിക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ സിനിമയായും ജീവിതമായിട്ടും കണ്ടു തുടങ്ങുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ കണ്ടുവരുന്ന കുട്ടികളുടെ പ്രായം ഭയങ്കര ചെറിയ കുട്ടികളാണ് ഈ ക്രിമിനൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കൊല്ലണം, നമ്മളങ്ങനെ ചിന്തിക്കുന്നതിനപ്പുറം അവരത് ചെയ്തിരിക്കും. ഇപ്പൊ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉള്ളില് അവനെ നഞ്ചക്കെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച് അടിച്ചടിച്ച് കൊല്ലണം എന്നുള്ളൊരു സാധനം വരിക എന്ന് വെച്ചാൽ, അവൻ ആ സിനിമ ചിലപ്പോൾ അവൻ കാണുന്ന സിനിമയിലെ ഹീറോയിസം ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടാണെങ്കിലും ബ്രൂസ്ലിയുടെ പടങ്ങളും ജാക്സന്റെ പടങ്ങളും ഒക്കെ ഈ രീതിയിൽ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വയലൻസ് ഉള്ള സിനിമകൾ ഉണ്ടായിരുന്നു, മലയാളത്തിൽ തന്നെ ഉണ്ടായിരുന്നു വയലൻസ് ഉള്ള സിനിമകൾ. അംഗം വെട്ടുകളും കൊള്ളകളും ഒക്കെ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും അതൊരു കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ആ സിനിമകൾ കണ്ട് വളർന്ന ഒരു ജനറേഷൻ ആണല്ലോ ഇപ്പോഴും സിനിമകൾ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയായിട്ട് കണ്ടാൽ മാറാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ. പക്ഷെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അതിനല്ലേ നമ്മൾ ഈ പേരന്റിംഗ് എന്ന് പറഞ്ഞ സംഭവം. അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. കാരണം അച്ഛനമ്മ എന്താണോ, അവരെവിടാണ്, ഏത് സിറ്റുവേഷനിലാണോ വളർന്നു വരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ. ടോട്ടലി നമുക്ക് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു അറിവില്ലാത്ത പ്രായത്തിലാണ് നമ്മൾ പേരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയത്തില്ല ഒരു കൊച്ചിനെ എങ്ങനെയാ വളർത്തേണ്ടതെന്ന്. നമ്മുടെ കയ്യിലൊരു കളിപ്പാട്ടം കിട്ടുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്കപ്പോൾ അതൊരു പ്രഷ്യസ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ തോന്നി നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നീട് ഈ അച്ഛനമ്മമാരുടെ കുടുംബപരമായ പശ്ചാത്തലം ഈ കുഞ്ഞിനെ നന്നായിട്ട് ബാധിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ പറയുന്നത്, അച്ഛനും അമ്മയും, അച്ഛൻ മദ്യപിക്കുന്ന ഒരാളായിരിക്കാം, അമ്മ അത് സഹിക്കുന്ന ഒരാളായിരിക്കാം. അപ്പൊ ഇത് വരുന്നത് കുട്ടിയിലെ ട്രോമയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഡെയിലി കുട്ടി കാണുകയാണ്. ഈ ഒരു അച്ഛൻ കുടിച്ചിട്ട് വരുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, വീട്ടിൽ ബഹളം ഉണ്ടാകുന്നു, സാധനങ്ങൾ പെറിഞ്ഞു പൊട്ടിക്കുന്നു. ഇത് കാണുന്ന ഒരു കുഞ്ഞിന് ആ വീടൊരു നരകമായിട്ട് തോന്നും. അപ്പൊ ഈ കുഞ്ഞിന് ഇവിടുന്ന് പുറത്തു ചാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാം, എങ്ങനെ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് എന്ത് കണ്ടാലും അതിനെ നല്ലതായിട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു ആരെങ്കിലും നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ നിന്നും കിട്ടാത്ത എന്ത് നല്ലതും നമുക്ക് ഭയങ്കരമായ നല്ലതായിട്ട് തോന്നും. പഴയ കാലത്ത് മാത്രമല്ല, ഇപ്പൊ പുതിയ കാലത്തും അത് തന്നെയാണ്. പക്ഷെ കാഴ്ചപ്പാടുകൾ മാറി. ഈ കുഞ്ഞുങ്ങൾ പണ്ടത്തെ അച്ഛനമ്മമാര് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം ഇവര് സഹിക്കും. ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നല്ല, അവര് പറയത്തില്ല. അവർക്ക് കുഞ്ഞുങ്ങളാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാരണം. എനിക്ക് മക്കളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇയാളെ സഹിക്കാം എത്ര കാലം വരെ, അയാളുടെ മരണം വരെ. ഇപ്പൊ ആരാ മരിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ഞാൻ മരിക്കുന്നിടം വരെ ഇത് എന്തിനു സഹിക്കുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് കാണുന്ന കുട്ടികൾ, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്ന് അവരുടെ തലമുറ വരുമ്പോഴും അവർക്കും ഈ ഫ്രസ്ട്രേഷനിലാണ് അവർ വളർന്നു വരുന്നത്.
അല്ല, ഈ പേരന്റിങ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുമ്പോഴേ നമ്മൾ ജീവിച്ച ഒരു സമൂഹം എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എവിടെ നമ്മൾ താമസിച്ചു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു അവരുടെ ചുറ്റുപാടുമുള്ളവർ പിന്നെ വാറ്റുകയും പല സ്ത്രീകളുടെ കൂടെ പോവുകയും വ്യഭിചരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമൂഹത്തിലാണ് അവർ ജനിച്ചു വളർന്നത്. അപ്പോൾ അവർ കണ്ടു വളർന്നതാണ്. അവരുടെ പേരൻസ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മുൻപേ പോയ ഒരു മാസം ചുറ്റുപാടും ഉള്ളവരും അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അവർ അങ്ങനെയായിട്ട് മാറും. അതും ഒരു കാരണമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോഴാണ് നമ്മൾ ടീച്ചിങ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ കാര്യത്തെ വലിയൊരു ഘടകമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ എന്ത് സാഹചര്യത്തെ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന പുതിയ മനുഷ്യരിൽ നിന്ന് നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ മദ്യപിക്കുന്ന അച്ഛന്റെ മകൻ മദ്യപിക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ അവന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഇതൊരു നരകമായി തോന്നിയോണ്ടാവും മദ്യപിക്കാതിരിക്കുക. അതാണ് മദ്യപാനിയുടെ മകൻ ഒരിക്കലും ശരിക്കും അത് ചെയ്യാതിരിക്കുക. കാരണം അവന്റെ അമ്മയെ വന്ന് അയാൾ അവൻ ഭാര്യയെ നാളെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു തീരുമാനമാണ് അവൻ എടുക്കേണ്ടത്. പക്ഷെ ഇതിനെ ഒരു ഹീറോ എന്റെ അച്ഛൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, ഇത് തലമുറകളായിട്ട് ഇനിയും ചെയ്യാം, ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ്, ഇതൊരു പട്ടമായിട്ട് കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരും ഉണ്ട്. ഇപ്പൊ ഡിവോഴ്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി വളർത്തുന്ന മക്കൾ എന്ന് പറയുമ്പോൾ സമൂഹം പറയും നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കളെ നേരെ ചൊവ്വേ വളർത്താൻ പറ്റത്തില്ല. തെറ്റായ ഒരു മെസ്സേജാണത്. അതുകൊണ്ടാണ് പലരും ഇവിടെ കടിച്ചു പിടിച്ച് നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു സാധനത്തിൽ നിൽക്കണത്. ചുമ്മാതിരിക്കുന്ന ഒരു പയ്യന്റെ അടുത്ത് ഇരുന്നിട്ട് നീ കഞ്ചാവല്ലേ എന്ന് ചോദിച്ചാൽ ഇവനുള്ളിൽ ട്രിഗർ ചെയ്യും. എന്താ ഓഫ് കോഴ്സ് ട്രിഗർ ചെയ്യും. അവന്റെ മുടി കണ്ടിട്ടോ അവന്റെ മുഖം കണ്ടിട്ടോ ഒക്കെ വന്നിട്ട് കൂട്ടം കൂടി കുറച്ച് പിള്ളേരിരുന്ന് നമ്മൾ വന്നിട്ട് ആരെങ്കിലും ചോദിക്കും നീ കഞ്ചാവല്ലേ. അതുപോലെ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ ചാർട്ട് കൊടുക്കും. നമ്മൾ എറണാകുളത്ത് ബാംഗ്ലൂരിൽ ഒക്കെ നമ്മൾ ജോലി സംബന്ധമായി ജീവിക്കുന്നവരെ അവരവിടെ ഇതാണ്, അവരിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവര് എല്ലാവരും സ്ട്രഗിൾ ചെയ്യാണ് ജീവിക്കാൻ. ഇതിനിടയ്ക്ക് മക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കുറഞ്ഞു വരികയാണ് ഈ കാലഘട്ടത്തിൽ. സംഭാഷണങ്ങൾ കുറയുന്നു, സംസാരങ്ങൾ കുറയുന്നു. ഇപ്പോൾ ഞാനും ചേട്ടനും ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത് എപ്പോഴായിരിക്കും? അത് കുറവാണ് വളരെ. ഈ ചാറ്റിംഗ് പേഴ്സൺ ആയി എല്ലാവരും ഭയങ്കരമായിട്ട് ഫോണിൽ കൂടെ. എനിക്കൊരു മനുഷ്യന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് മുഖത്തുനിന്ന് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ചാറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും വിളിച്ച് സംസാരിക്കണം എന്നാണ് ഞാൻ കൂടുതലും ദൂരെയുള്ളവര്. അല്ലാത്ത സമയം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പേരന്റിങ് മോശം. ഒരു കുട്ടിയുടെ വീട്ടിൽ കള്ളു കുടിക്കുന്ന ഒരു അച്ഛനുണ്ട്, ആ കുട്ടി അത് കണ്ടാണ് വളരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ? ആ കുട്ടി സ്കൂളിൽ ചേർക്കപ്പെടുവാണ്. ഇവന് ആ സ്കൂളുകാരെങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ആ ടീച്ചർ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവും. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കള്ളു കുടിക്കുന്ന ഒരു അച്ഛൻ്റെ മകൻ കള്ളു കുടിക്കാരനാവണമെന്നില്ല. അതിന് പ്രധാനമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഘടകം സ്കൂളിംഗ് തന്നെ ആയിരിക്കും. അവിടെ ആ കുട്ടിക്ക് ഇടുന്ന ഫ്രണ്ട്സ്, അവിടെ ടീച്ചേഴ്സ് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് സ്കൂൾ അധ്യാപകനാണ്, എന്നോട് സംസാരിച്ചത് പറഞ്ഞത് ഒരു രക്ഷയില്ല. അതായത് സ്കൂളിൻ്റെ അകത്ത് 9ലും 10ലും 8ലും പഠിക്കുന്ന പിള്ളേർ സിഗരറ്റ് കൊണ്ടുവരും, മറ്റേ ഇലക്ട്രിക് സാധനം ഉണ്ടല്ലോ, മറ്റേ ബാറ്ററി, അത് കൊണ്ടുവരും, അതിരുന്ന് വലിക്കും, കഞ്ചാവ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും ഇവിടുത്തെ പിള്ളേർക്കുണ്ടാണ് പിള്ളേർ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അവരെടുത്തേക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരാൾ തല്ലുമ്പോഴാണ് പ്രശ്നം. ഈ പിള്ളേരുടെ അച്ഛനും അമ്മമാരും വിളിച്ചു പറയുന്നത് സാറിനെ തല്ലുവോ എന്ത് വേണേലും ചെയ്തോ കുഴപ്പമില്ല, അവൻ നന്നായി കിട്ടിയാൽ മതി എന്ന്. കാരണം വീട്ടിൽ പറ്റുന്നില്ല സാറേ എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ഒരു തീരുമാനം എടുത്തേക്കുന്നത് എന്താ വെച്ചാൽ ഒരു 5-6 സാറന്മാർ നിൽക്കും, അവൻ നന്നാവാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട അടി കൊടുക്കും. ഏത് സാറ് അടിച്ചതെന്ന് പോലും അവന് മനസ്സിലാവില്ല. ഒരുമാതിരി പിള്ളേരൊക്കെ ഇപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു നിയമത്തിന്റെ കണ്ണിൽ തെറ്റായിരിക്കാം. പക്ഷെ അവര് പേരൻസിന്റെ കൂടെ സപ്പോർട്ട് കൂടി ചെയ്യുന്നത് ഈ നിയമം കുറെ നിയമങ്ങളുണ്ട് ഇപ്പോ. അതായത് പിള്ളേര് അടിക്കുന്നു, സാർ അടിച്ചാൽ സാറിനെ, ഇതെല്ലാത്തിലും ഞാൻ ചിന്തിക്കുന്നതാണ്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ പരിധിയിൽ നിന്നുകൊണ്ട് കുട്ടികളെ ശിക്ഷിക്കുന്നതിന് എന്താണ് അവരുടെ പ്രായം അതാണ്. അടിച്ചു വളർത്തണ്ട, അല്ലെങ്കിൽ വിമർശനങ്ങൾ നമ്മളിപ്പോ നീ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രായമാണ് അവരുടെ. നമ്മുടെ ഈ പ്രായത്തിൽ നമുക്കത് കിട്ടിയത് കൊണ്ടല്ലേ നമുക്കിപ്പോ തിരിച്ചറിവ് ഉണ്ടായത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു തരാൻ എന്റെ അറിവുള്ള ആരെങ്കിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കില്ലേ? നമ്മുടെ നല്ല സ്വഭാവ രൂപീകരണത്തിന് ഏതെങ്കിലും ഒരാൾ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ
ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇനി നീ പറഞ്ഞു നോക്കൂ. ഇപ്പൊ മാമന്മാരടുത്ത് പറയുന്നതാണ് പണ്ട് വീടുകളിൽ. ഇപ്പൊ അമ്മയ്ക്ക് ബഹുമാനം ഇല്ലാത്തവർക്ക്, അമ്മയെ പേടിയില്ലാത്തവർക്ക് ചിലപ്പോൾ മാമനെ പേടിയായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് ഒരു പേടി, അച്ഛനെ പേടിയില്ലെങ്കിൽ വലിയച്ഛനെ പേടിയായിരിക്കും. അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് അവർ നിൽക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്നൊന്ന് പറയുന്ന സംഭവത്തെ പറ്റി അവർ ചിന്തിക്കുന്നേ ഇല്ല. ഇന്ന് തീർന്നു, അല്ലെ ഇങ്ങനെ, ഇത് ഞാൻ ഇങ്ങനെ, എന്റെ സ്വാതന്ത്ര്യം എന്താണ്, നാളെ എന്താന്ന് എനിക്ക്, അവർ നാളത്തെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല എന്ന് തോന്നുന്നു. നാളെ പറ്റി ചിന്തിക്കുന്ന ഒരാള് ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റില്ല, ജീവൻ കളയില്ല. ചെറിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തിനാ സൂയിസൈഡ് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നാളെ എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി ഇന്നത്തെ എന്തെങ്ങനെയൊക്കെയോ ജീവിക്കുക, നാളെ അങ്ങനത്തെ കുറെ ചിന്താഗതിയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂര്, കുറച്ചാൾ മുമ്പ് ബാംഗ്ലൂർ ഒരു കമ്മീഷണർ ഒരു കോളേജിൽ പോയിട്ട് ലഹരിയെ പറ്റിയും ലഹരി വിരുദ്ധതയെ പറ്റിയും ഒക്കെ സംസാരിച്ചതിന് ശേഷം കുട്ടികളോട് സ്വാഭാവികമായിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വേണം, അങ്ങനെ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു കുട്ടി എണീറ്റ് ജെന്യുവനായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ ബാംഗ്ലൂർ പഠിക്കാൻ വരുന്ന നമ്മളിപ്പോൾ കൊച്ചി, ഇപ്പം ഞാനൊരു 3 കൊല്ലം മുമ്പത്തെ കാര്യം പറയാം, ഇപ്പോൾ കൊച്ചിയിലെ നടക്കുന്ന ഈ കൊച്ചിയിൽ പല സ്ഥലത്തു നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ബാംഗ്ലൂർ പല സ്ഥലത്തു നിന്ന് ചെല്ലുന്നവർ ഈ പറയുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് കിട്ടുന്നത്, എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചറിയുകയും അവനത് മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിൽ അത്രത്തോളം സുതാര്യമാണ് കാര്യങ്ങൾ. എന്തുകൊണ്ട് നമ്മുടെ പോലീസ് ഫോഴ്സിന് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് അല്ലെങ്കിൽ ഇതിനെ ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട ഈ പോലീസുകാർക്ക് എന്തുകൊണ്ട് ഈ സോഴ്സ് കിട്ടുന്നില്ല? കാരണം വരുന്ന 10, 15, 20 വയസ്സുള്ള, ഇപ്പം നമ്മുടെ കൊച്ചിയിലെത്തുന്ന പിള്ളേരെന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞോ +2 കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന പിള്ളേരാണ് കൂടുതലും. അവർക്ക് ഒരു 4 ദിവസത്തിന് 5 ദിവസത്തിനുള്ളിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് പറയുന്ന ഒരു ചോദ്യം പണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മദ്യമായിരുന്നു പണ്ട് നമ്മൾ കേട്ട ഏറ്റവും വലിയ വിപത്തായിട്ട് നമ്മൾ കണ്ടോണ്ടിരുന്നത്. എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ കണ്ടത് കള്ള് കുടിക്കുന്ന വീട്ടിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഈ മദ്യമൊക്കെ നിർത്തിയാൽ പോരെ. ഭയങ്കര എളുപ്പത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു ഇതാണ്, മദ്യം ഉണ്ടാക്കാതിരിക്കുകയോ മദ്യം വിൽക്കാതിരിക്കുകയോ ചെയ്തൂടെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ നമുക്ക് മനസ്സിലായി മദ്യം നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ആദായ വകുപ്പ് നികുതി അങ്ങനെ പോകുമ്പോൾ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം നമുക്ക് വലുതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു ചേട്ടാ, അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായിട്ട് മദ്യം അതെ നിർത്തിയിട്ട്, പക്ഷെ അത് വീണ്ടും സർക്കാർ വന്ന സമയത്ത് നിർത്തിയിരുന്നു. പക്ഷെ അധികം നാൾ അതിന് ആയുസുണ്ടായില്ല. ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നിയമത്തിനോ നമ്മളുടെ ഇത്രയും ക്രിമിനൽ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ രാവിലെ കേൾക്കുന്ന തന്നെ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഈ നമ്മളുടെ ഭരണാധികാരികൾക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും പണ്ട് പീഡന കേസുകൾ ഇതുപോലെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഇങ്ങനെ പീഡനം ഇവർക്കറിയാം ഇത്ര ചെയ്താൽ ഈ നാട്ടിൽ ഇത്ര ഉള്ള ശിക്ഷകളെ കിട്ടുകയുള്ളൂ. ഒരു 15 വയസ്സുകാരന്മാർ ചേർന്ന് കൊന്നത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇത്രയും ശിക്ഷയെ കിട്ടുള്ളൂ നമ്മൾ എവിടുന്നോ കേട്ടിരിക്കുന്നു. അവൻ എവിടുന്നെങ്കിലും പഠിച്ചിരിക്കും. അവൻ കൊന്നു കളഞ്ഞവര് എക്സാം എഴുതിയവര് പണ്ട് കോപ്പി അടിച്ചാ എക്സാം എഴുതിക്കില്ല. ഡിബാർ ചെയ്യുന്നവര് കുട്ടിയെ കൊന്നിട്ട് അതിലൊക്കെ എന്ത് ന്യായമാണെന്ന് മനസ്സിലാവില്ല. ആ കുട്ടിയും ഈ പറയുന്ന പോലെ പരീക്ഷ എഴുതുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ കൊന്നതിന് ശേഷം ഇവർക്ക് എന്തിന്റെ പേരിലാണ് പരീക്ഷ എഴുതിക്കുന്നത് പറയുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷനോടുകൂടി അവർക്ക് ആ പരീക്ഷാ സെന്റർ മാറ്റി അവിടെ അക്രമാസക്തമാകുമെന്നുള്ളൊരു ഇതുകൊണ്ട് വേറെ പരീക്ഷാ സെന്റർ കൊടുക്കുകയാണ് ചെയ്തത്. സിനിമാ മേഖലയായിട്ട് ഒരു കുറ്റം പറഞ്ഞു എന്ന് ഉള്ളൊരു സാധനം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വയലന്റ് സിനിമകള് ഭയങ്കരമായിട്ട് കുട്ടികളെ ബാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിമാരൊക്കെ അതൊരു ന്യായീകരണം പറയുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് ഇതേപോലെ ഇപ്പൊ നമ്മൾ വയലൻസ് ഉണ്ടാവുന്ന ആൾക്കാരെ നോക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളതിൽ കാണുന്നുണ്ട്. ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നത് ലഹരി പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് എന്ന് പറഞ്ഞപ്പോൾ മൗനം പാലിക്കുകയും ഇപ്പോൾ ഈ കൊച്ചി മെട്രോ സ്റ്റേഷനിൽ വരെ ബീവറേജ് തുറക്കാനും ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത്
ഇതൊക്കെ ഒരു പറച്ചിൽ മാത്രമല്ലേ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട ജോലികൾ കറക്റ്റായിട്ട് ചെയ്യാതെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അടുപ്പിച്ച് ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നു. ഒരുപക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി പിന്നെ നമ്മൾ അതിനെപ്പറ്റി കുറെ ചിന്തിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അടുപ്പിച്ചിപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ടായി. ഇതിന് ന്യായീകരണം പറയാതെ ഇത് തുടക്കം തൊട്ടേ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതെ അതിന് അവരുടേതായിട്ടുള്ള ഒരു ന്യായീകരണം പറഞ്ഞെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുക അല്ലേ എന്നൊരു തോന്നുന്നു. എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം റൈസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് തൽക്കാലത്തേക്ക് അതിനൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോരോ പരാമർശങ്ങൾ കൊണ്ട് വരുന്നത്. ഐ മീൻ ഓരോരോ നിർദ്ദേശങ്ങളും കൊണ്ട് വരുന്നത്. പക്ഷെ അതിന്റെ ഒരു ഇത് തടുത്തൊന്ന് മാറുമ്പോഴത്തേക്ക് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകുന്ന ഒരു അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ തന്നെ പറഞ്ഞു ഗവൺമെന്റ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര നാളുണ്ടായിരുന്നു? അടുത്തൊരു നല്ലൊരു ന്യൂസ് വരുമ്പോഴത്തേക്ക് അതും മാറി. ഇപ്പൊ ന്യൂസ് ചാനൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഇപ്പൊ ഒരു ന്യൂസ് വന്നു, ഒരാളെ എന്തെങ്കിലും ചെയ്തു, ആ ന്യൂസ് 2 ദിവസം ഓടും. എന്നിട്ട് തന്നെ ന്യൂസ് വാല്യൂ കുറയുമ്പോഴത്തേക്ക് ആ ന്യൂസ് ആരും തിരക്കാൻ പോകുന്നില്ല, അടുത്ത ന്യൂസ് കയറും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ബേസ്, അതായത് ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ ഒരു ശിക്ഷ കിട്ടും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ന്യൂസ് എന്നോട് റെലവെന്റ് ആയിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിപ്പീറ്റ് അടിച്ചോടെ ഇരിക്കത്തുള്ളൂ. തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചതിനെ തിരുത്തപ്പെടുകയല്ല ചെയ്യുന്നത്, ആ സമയത്ത് തെറ്റുകളെ ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് ആഘോഷിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പറയുന്നതല്ലാണ്ട് അത് എങ്ങനെ അതിനെ പറയുന്നില്ല. അവർക്കും അറിയത്തില്ല. അവര് മെയിൻലി ഒരു ന്യൂസ് എടുത്തിട്ട് അതിനെ ഒന്ന് ഒരു കുറച്ചുകൂടെ ഒന്ന് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട്, അതായത് നമ്മൾ പോലും മേ ബി ആ കുറ്റവാളി പോലും അത്രയും ചിന്തിച്ചിട്ടാണ് ഹീറോ ആക്കി ഇപ്പോഴും പേരന്റിങ്ങിന്റെ പറഞ്ഞപ്പോ ഞാൻ അത് പറയുന്നൊരു എടുത്തു പറയേണ്ട, ഇപ്പൊ അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു ദൂഷ്യവശമാണ്, ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത മകനെ ഇപ്പോഴും ആ അമ്മ അവരെ തലക്കടിച്ച് ഇപ്പോഴും അവര് പറയുന്നത് ഞാൻ കുളിമുറിയിൽ തെന്നി വീണു. അല്ല അമ്മയുടെ ഒരു അല്ല, അതാണ് തെറ്റ്. കാരണം ഈ മക്കളാണെങ്കിലും ഇപ്പൊ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് കാണിച്ചു കൊടുത്ത് അവരെ വളർത്തിയില്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ്, നീ ചെയ്തത് തെറ്റാണ്. ഒരു സുഹൃത്തുണ്ടായാൽ പോലും ചില ആൾക്കാർ കാണിക്കുന്നത് ഈ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് നമ്മൾ ഇവരുടെ മോശം വശങ്ങൾ പറയില്ല, ഇവരുടെ നല്ലത് മാത്രം. നീ ഇങ്ങനെയാണ്, നീ അടിപൊളിയാണ്, നീ അത് ചെയ്തോ, ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇന്നലെ ഞാൻ ടി വിയിൽ ഒരു ചർച്ച കണ്ട സമയത്ത് ഒരു ആളുടെ മകനെ ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ട് ലഹരി ഉപയോഗത്തിൽ പിടിച്ചിട്ടുണ്ട്. MLA അല്ല, വേറെ ഒരാളാണ്. അപ്പോൾ ആള് പറയുന്നത് എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണം, അവനിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അവന് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ പുള്ളി പറയുന്നത് ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്, നിങ്ങൾ 30 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇവരുടെ ഈ മൊബൈൽ കോണ്ടാക്റ്റോ ഈ പറയുന്ന എല്ലാ പിള്ളേരുടെ കയ്യിലും കിട്ടും അത്രേ. അത് എന്തോ അമേരിക്കയോ ജപ്പാനോ എങ്ങാണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്മ് ഇല്ലാത്ത മൊബൈലോ എങ്ങാണ്ടാണ്. അപ്പം ഇത് എവിടെയാണെന്ന് ഏത് ടവറിലാണെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിനകത്ത് നമ്മൾ ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്താൽ ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയാണെങ്കിലും ഇവർ ഈ സാധനം എത്തിക്കും. അതിനെന്തൊക്കെയോ കോഡ് പരിപാടികൾ അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെയുണ്ട്. ഇനി ഇതിനെ കണ്ടെത്തി ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെ ഇവർ ഉപദ്രവിക്കും. ഇതൊക്കെ നമ്മളുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നും എൻ്റെ കൂടെ എക്സൈസുകാർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ പകുതി ആൾക്കാരെ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്നൊക്കെ അയാൾ പബ്ലിക്കലി പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇയാളെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നോ എത്ര അയാളുടെ കൂടെ പോകുന്നുണ്ടെന്നോ എത്രത്തോളം ഇത് ചെയ്യുന്നുണ്ടെന്നോ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ് ശരിക്കും സമൂഹത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അടിത്തറയിൽ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കി അതിനെ തടയേണ്ടതൊക്കെ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് നടക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. കാരണം അവർ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ട് കാരണങ്ങൾ ചെയ്തില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അത് ഏത് സർക്കാർ ഭരിക്കുന്നതാണ്. ഇന്ത്യയിൽ കൂടുതൽ അക്രമങ്ങൾ ഭരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന BJP സർക്കാർ, കേരളത്തിലാണെങ്കിൽ അങ്ങനെ. അത് അവർക്ക് ആ ഉത്തരവാദിത്വം മറച്ചു വെച്ചിട്ട് ആകെ കേരളത്തിൽ ഇറങ്ങിയ ഒരു വയലൻസ് സിനിമയുടെ പുറത്ത് ഇതൊന്നും കെട്ടിവെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം. ദൃശ്യ മോഡലായിരുന്നു, ദൃശ്യ മോഡല് കള്ളത്തരങ്ങളായിരുന്നു ഒരു സമയത്ത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലെ ഈ രാത്രി 2 മണി വരെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളും അവിടെ മൊത്തം ലഹരിയാണ് എന്നൊക്കെയുള്ള ഒരു വാർത്തയുമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പറയുന്നത് ബേസിക്കലി ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഇനിയും കൂടുതൽ ഈ അക്രമങ്ങൾ ഉണ്ടാവാം. കാരണം ലഹരി ഒരു ഭയങ്കരമായിട്ട് തുടങ്ങിയ സമയത്ത്
അത് കുട്ടികളിലേക്ക് വളരുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട് പതുക്കെ സംഭവിച്ച ഒരു സംഭവമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് സംഭവിച്ചത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും കുട്ടികളുടെ തലയിലേക്ക് ലഹരി ഉപയോഗം എത്തിയെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് പതുക്കെ ഉണ്ടായി. ആ ഗ്രാജുവലി വളരുന്ന സമയത്ത് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് നമ്മൾ നോക്കിയിട്ടില്ല ഇതുവരെ. നമ്മൾ വൃക്ഷമായി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് 2-3 ഇലകൾ പറിച്ചിട്ട് അത് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ബേസിക്കലി അന്ന് തടയേണ്ടത് തടഞ്ഞിട്ടില്ല. അന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റുള്ള രീതിയിൽ സമൂഹത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. പലപ്പോഴും കണ്ണുകൾ അടച്ചു. അതുകൊണ്ടാണ് പലയിടത്തും ഇത്ര തീവ്രമാകുന്നത്. എല്ലാ സ്കൂളുകളിലും ഇതുണ്ടെന്ന് പറയുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പം നമ്മളൊരു വേറൊരു മാധ്യമത്തിലുള്ള ഒരു ഇതിൽ റിപ്പോർട്ട് കണ്ടായി. 25,000 കോടിയുടെ പിന്നെ മയക്കുമരുന്ന് ബിസിനസ് 2023 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മാത്രം നടന്നിട്ടുണ്ട്. അതിൽ 70% 10ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 19 വയസ്സ് വരെയുള്ള കോളേജ് വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സംഭവം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അപ്പോൾ ക്രമികമായിട്ടുള്ളൊരു വളർച്ചയിൽ അതിന് തടയിടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബോധപൂർവം അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ശ്രദ്ധ കൊടുക്കാതെ അതിവിടെ വളർന്നോട്ടെ. അത് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ മുകളിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പന്തലിച്ച് വന്നതാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് വെച്ച് എനിക്ക് തോന്നിയത് ബേസിക്കലി ഒരു കുട്ടി ഉണ്ടാവുന്നത് തൊട്ട് അത് പേരന്റിങ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ചേഞ്ച് ആണല്ലോ ഇതായിട്ട് പറഞ്ഞത്. ചേഞ്ച് ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. റീസെന്റ് ഒരു ന്യൂസ് വന്നു, അയാൾ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അയാൾ ചേഞ്ച് ആയിട്ട് പറഞ്ഞു ഞാൻ സപ്ലൈ ഒന്നും ഇല്ല, പക്ഷെ ഇയാളെ കൂട്ടം കൂടി ആക്രമിച്ചു. അപ്പൊ അവിടെ എന്താണ്, ഐ മീൻ ഒരാൾ ചേഞ്ച് ആവുകയാണ്, അയാൾക്ക് വേണ്ട, അയാളെ നിർത്തി പോകാൻ ശ്രമിക്കുമ്പോഴേ സൊസൈറ്റി അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ അതെന്താണ് അതിന്റെ അർത്ഥം? ഒരു വലിയ മാഫിയ ഇതിന് പുറകിലുണ്ട്. കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നിയമങ്ങൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരുപാട് നിയമങ്ങൾ സ്ട്രോങ് ആയിട്ടും ഒരാൾ സ്വയമേ പറയുവാണ് എനിക്കിത് വേണ്ട, തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഇൻഡിപെൻഡന്റ് ആയ ആ വ്യക്തി തീരുമാനിച്ചു എനിക്കത് വേണ്ട. പക്ഷെ അയാൾ അതിൽ നിന്ന് എന്താ പറയുന്നത് പറ്റുന്നില്ല, അയാൾക്ക് പറ്റുന്നില്ലെന്നല്ല, സൊസൈറ്റി സമ്മതിക്കില്ല, അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചു. അതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് പേടിയാവും. ഒബ്വിയസ്ലി ഇത് കാണുന്ന വേറൊരാൾ വിചാരിക്കും ഇതേ മൈൻഡിലിരിക്കുക, ഓക്കെ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ അയാൾ കാണുന്നത് എന്താ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരാളെ ആക്രമിച്ചു, നശിപ്പിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെ മാഫിയ സംഘങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു പരിപാടിയല്ല, ഒരു വലിയ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് അത് പിഴുതെറിയാനുള്ളൊരു കാര്യം നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ യുവാക്കൾ ശ്രമിക്കേണ്ടതാണ്, ഇവിടുത്തെ ആൾക്കാർ ശ്രമിക്കേണ്ടതാണ്, ഭരണാധികാരികൾ ശ്രമിക്കേണ്ടതാണ്. പേരൻറ്റിങ്, അതായത് രക്ഷകർത്താക്കൾ കുട്ടിയെ എങ്ങനെ വളർത്തുന്നു എന്ന് തൊട്ട് അത് വിദ്യാഭ്യാസപരമായിട്ട് ഒരു സ്കൂളിലേക്ക് കോളേജിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ടീച്ചർമാർ അവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തുടങ്ങിയ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഏറ്റവും അടിത്തറയിൽ നിന്നുള്ള ചേഞ്ചസ് ഇനി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറയുന്ന പോലെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഇത്. ഇതിനെ നമ്മൾ നിർത്തേണ്ട രീതിയിൽ നിർത്തേണ്ടത് നമ്മുടെ ഭരണാധികാരികളുടെ ചുമതല തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ കൊണ്ട് ആർക്കും ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത് നിർത്തിക്കൊണ്ട് വരിക. ഇത്രയും നടന്നിട്ടും നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രതികരണ ശേഷി ഇല്ലാതെ ഒരു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഭരണാധികാരികൾക്ക് ഒപ്പം അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെയാണ് ഇങ്ങനത്തെ ഇൻസിഡൻസ് നമ്മൾ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും ഉള്ള ധൈര്യവും, ഇങ്ങനെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അറിയാതെ ഇപ്പോൾ നമുക്ക് ഇൻഫോം ചെയ്യാനുള്ള ഇതുണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ഡിസ്ട്രിക്റ്റുകൾക്ക് അപ്പുറം നടന്നൊരു സംഭവം, അല്ലെങ്കിൽ എറണാകുളത്ത് നടന്നൊരു സംഭവം നാളെ നമ്മുടെ വീട്ടിലും അയൽവക്കത്തും എത്താം. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം ജാഗരൂകരായിരിക്കണം. അതോടൊപ്പം എല്ലാ മേഖലയിലും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് പ്രതികരിക്കുമ്പോൾ തിരിച്ച് ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. എന്നാലും ഒരാൾക്ക് പകരം ഒരു 100 ആള് പ്രതികരിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, ആഘോഷമാക്കാതിരിക്കുക. എനിക്കൊന്നും ഇപ്പം നമ്മുടെ പല ഫിലിം സ്റ്റാറുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാറുണ്ട്. അവരെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്റർവ്യൂലൊക്കെ വന്ന് കാണിക്കുന്ന ഓരോ തോന്നിയാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ശക്തമായിട്ട് ഇയാൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതിന്റെ കാരണം ഇതാണെന്നും ഒക്കെ മനസ്സിലാക്കി അവർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിൽ പലരും ഇത് ഉപയോഗിക്കില്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്, ഇതൊക്കെ ചെയ്യുന്നതാണ്, അവരൊക്കെ
കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ ഹീറോ അവര് ആണ്. ഫ്രീ ആണ് പിന്നെ അതെ. അതാണ്. അപ്പൊ അതും ഒരു വലിയ കാര്യമാണ്. അപ്പൊ എല്ലാ മേഖലയിലും ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾക്ക് അതിനെതിരെ ഇനിയെങ്കിലും നമ്മൾ ശബ്ദിച്ചു തുടങ്ങിയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മുടെയും വീടുകളിൽ, ഓരോരുത്തരുടെയും വീടുകളിൽ, ഇപ്പം നമ്മുടെ ഒക്കെ വീടുകളിൽ ഇത് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മളുടെ ബന്ധുക്കളും അവരുടെ അമ്മമാരും കരയുന്നതും അവരനുഭവിക്കുന്ന ഒരു വേദനയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നാളെ നമുക്കും ഇത് വരാതിരിക്കുന്നതിന് മുമ്പ് ശക്തമായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടാം. ഇത് സംഭവിക്കാതിരിക്കട്ടെ. താങ്ക് യു.